ഗായ്സ്, ഇന്ന് എൻ്റെ റൂം മേക്ക് ഓവർ സീരീസിന്റെ എപ്പിസോഡ് നമ്പർ 3 ആണ്. ഇന്ന് ഞാൻ എൻ്റെ 2 ടേബിൾ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ ബുക്സും കാര്യങ്ങളും കുറച്ച് അധികം സംഭവങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ട്. അതേപോലെ തന്നെ ഒരു വാള് ഒന്ന് മേക്ക് ഓവറും കൂടി ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡ്രോയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രോയറിന്റെ ഉള്ളിലുള്ള എല്ലാ സംഭവങ്ങളും എടുത്ത് മാറ്റി ഞാൻ ഫുള്ളായിട്ട് നനഞ്ഞ തുണിയിൽ ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഡ്രോയറിന്റെ ഉള്ളിൽ ഇതുപോലൊരു പേപ്പർ ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് ഡ്രോയറിൽ വെച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലെ ട്രേയിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ട്രേ വന്നിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബിലോ 200 റുപ്പീസ് ഉള്ളൂ. 6 ട്രേ വന്നിട്ടുണ്ടായിരുന്നു. കിഡിലൻ ട്രേ ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലാണ് എൻ്റെ പേന, പെൻസിൽ, റേസർ, ഷാർപ്പനർ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓർഗനൈസ് ചെയ്ത് നിന്നപ്പോൾ എന്ത് ഭംഗിയാണ് കാണാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ ഈ ഒരു റോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് അടുത്ത റോ നമുക്ക് ക്ലീൻ ചെയ്യാം, ഇപ്പുറത്തെ സൈഡ്. അപ്പോൾ ആദ്യം തന്നെ ഒരു തുണി യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഒരേ സാധനങ്ങളായിട്ട് ഇതിൽ നമുക്ക് അങ്ങോട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഒരു സീക്രട്ട് ആൻഡ് ഫേവറേറ്റ് ബോക്സ് ഞാൻ ഏറ്റവും അടിയിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനും കാണാൻ പാടില്ല, അങ്ങനെ ഒരു ബോക്സ് ആണ്. അത് ഞാൻ ഏറ്റവും അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബണ്ടിൽ A4 പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റോൾഡ് പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ ഡ്രോയിങ് ബുക്സും അതേപോലെ തന്നെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ എക്സാം പാഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിയിലായിട്ട് ചാർട്ട് പേപ്പർ, അതേപോലെ തന്നെ സ്കിപ്പിംഗ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് അടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ടേബിളാണ് എൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ഒരു ഓർഗനൈസറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ നല്ല കിടിലൻ ലുക്കാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരേ സാധനങ്ങൾ അങ്ങോട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ടേബിൾ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് റോയിൽ എൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഉപയോഗിക്കാത്ത 3-4 ബുക്കും ഡയറിയും അതേപോലെ തന്നെ എൻ്റെ 2 ഡയറിയും കൂടി സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റോയിൽ എൻ്റെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഗൈഡും അതേപോലെ തന്നെ ചെറുതായിട്ട് സൈഡിലൊരു സ്പേസ് ഉണ്ട്, അവിടെ എൻ്റെ റീഡിംഗ് ബുക്കും കൂടി ഞാൻ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് റോയിൽ ഞാൻ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളാണ് വെക്കുന്നത്. എയർ ഡ്രയർ വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ബുക്ക് പൊതിയുന്ന ഒരു സംഭവം വെച്ചിട്ടുണ്ട്. എയർ പമ്പ് വെച്ചിട്ടുണ്ട്. എൻ്റെ ജേണൽ ബുക്ക് തീർന്നത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബർത്ത്ഡേ ഡെക്കറേഷൻ ചെയ്യാനുള്ള ഐറ്റംസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 ബോക്സും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു റോയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് റോയിൽ എന്തൊക്കെയാണ് വെച്ചെന്നുണ്ടാലും. അപ്പോൾ ഫസ്റ്റ് റോയിൽ ഞാൻ ആദ്യം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ പഠിക്കാൻ യൂസ് ചെയ്യുന്ന 2 നോട്ട്ബുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന നോട്ട്ബുക്കിൻ്റെ പേജസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട്. നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ ക്യാമറ, അതേപോലെ തന്നെ ട്രൈപോഡ്, വയർലെസ് മൈക്ക്, വയേർഡ് മൈക്ക്, അതൊക്കെയാണ് ഞാൻ ഫസ്റ്റ് റോയിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുള്ളായിട്ട് ഈ ഒരു ഓർഗനൈസിങ് കഴിഞ്ഞിട്ടുണ്ട്, ഈ ഒരു ടേബിളിൻ്റെ ഓർഗനൈസിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത് ഇഷ്ടമായെന്നൊന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇത് ഡോറും കൂടി അങ്ങോട്ട് ക്ലോസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഈ ഒരു ടേബിളിൻ്റെ ടോപ്പിലായിട്ട് വന്നേക്കുന്ന വാളാണ് മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് സ്പേസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ സംഭവം വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം വന്നിട്ട് ഒരു കിഡിലൻ ബ്ലാക്ക് ഫ്രെയിം ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്ത് ഇവിടെ അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ഒട്ടിക്കുന്നത് ലേശം ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഇത് വളയാനോ ശരിയാണ്ട് നേരത്തെ ഒട്ടിക്കാൻ കുറച്ച് ടാസ്ക് ആണ്. അങ്ങനെ അവസാനം ഞാൻ ഏകദേശം എങ്ങനെയൊക്കെ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ബട്ട് ഫൈനൽ ലുക്ക് വാസ് ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പിൻട്രസ്റ്റി വൈബ് ഇല്ലേ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.